نحمده ونصلي على رسوله الكريم أما بعد. قال رسول الله صلى الله عليه وسلم المؤمن القوي خير من المؤمن الضعيف. ബഹുമാനമുള്ള രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സമയം വൈകിയത് കൊണ്ട് ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ സ്കൂളിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഒരുപാട് കേട്ടിട്ടുണ്ട് പീസ് ക്രിയേറ്റീവ് സ്കൂൾ, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്കൂളിൻ്റെ അകത്തേക്ക് കാണാൻ വരുന്നത്. മാഷാ അല്ലാഹ്, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിൻ്റെ പിന്നിൽ പരിശ്രമിക്കുന്ന എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, ഉയർന്ന ദറജയിലേക്ക് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. മുമ്പ് സംസാരിച്ചു പോയ മുഴുവൻ ആൾക്കാരും എല്ലാവരും അധികവും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ, അവരുടെ മക്കളിലുണ്ടാകുന്ന കാര്യങ്ങൾ ഒരുപാട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഉച്ച സമയത്ത് ഇവിടെ വന്നപ്പോൾ ഇവിടെ പരിപാടി നടക്കുകയുണ്ടായി. ആ പരിപാടി കണ്ടപ്പോൾ വലിയൊരു സന്തോഷം തോന്നി. കാരണം ചെറിയ ചെറിയ കുട്ടികൾ നന്നായി അവരുടെ കഴിവുകൾ തെളിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും പ്രത്യേകം കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെയുള്ള കഴിവുകളല്ല അല്ലാഹു കൊടുത്തിട്ടുള്ളത്. ചില ആളുകൾക്ക് നല്ല രീതിയിൽ പാട്ട് പാടാനുള്ള കഴിവുകൾ, ചില ആളുകൾക്ക് നല്ല രീതിയിൽ പ്രസംഗിക്കാനുള്ള കഴിവുകൾ, ചില ആളുകൾക്ക് നല്ല ഓർമ്മശക്തികൾ, ഇങ്ങനെയുള്ള പല കഴിവുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വിദ്യാർത്ഥികൾക്കും നൽകുന്നത്. അവർ അതിൻ്റെ പിന്നിൽ പരിശ്രമിച്ചിട്ടാണ് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത്. ഇന്ന് ഈ ദുനിയാവിൽ കാണുന്ന പ്രാസംഗികന്മാരിൽ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ചില ഗാനങ്ങളിലൂടെ ഉയർന്നു നിൽക്കുന്ന ആളുകൾ, ചില കളികളിലൂടെ ഉയർന്നു നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? അവരുടെ കഴിവുകൾ തെളിയിച്ചത് കൊണ്ടാണ്. ഇന്നിവിടെ ഈ വിദ്യാർത്ഥികൾക്ക് പരിപാടി സംഘടിപ്പിച്ചത് എന്തുകൊണ്ടാണ്? അവരുടെ കഴിവുകൾ തെളിയിച്ച് അവരുടെ രക്ഷിതാക്കൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രക്ഷിതാക്കളെ ഇവിടെ കൂടി വിളിച്ചിരിക്കുന്നത്. നേരത്തെ ഒരു വിദ്യാർത്ഥി, ഒരു സ്റ്റുഡന്റ് ഖുർആൻ ഓതിയിട്ട് പോയി. വഇബാദുർ റഹ്മാനിൽ അതിന് ആയത്ത് തുടങ്ങുന്ന ചില വരികൾ ഓതിയിട്ട് പോയി. മാഷാ അല്ലാഹ്, എന്ത് രസമായിരുന്നു ആ ഖിറാഅത്ത് കേൾക്കാൻ. ആ വിദ്യാർത്ഥി ഹാഫിളല്ല എന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു പോയി, ആ വിദ്യാർത്ഥി ഹാഫിളായിരുന്നുവെങ്കിൽ, ഹാഫിൾ ആവുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾക്ക്, കുടുംബങ്ങൾക്ക് ആ വിദ്യാർത്ഥിയുടെ ഖിറാഅത്തുകൾ കേൾക്കാനും അവർക്ക് ഖുർആനിൻ്റെ വചനങ്ങൾ പഠിപ്പിക്കാൻ നല്ലൊരു അവസരമുണ്ടാകുമായിരുന്നു. അള്ളാഹു അങ്ങനെ ആക്കി തീർക്കുമാറാകട്ടെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത് അവരുടെ മക്കളിലുള്ള കഴിവുകൾ ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ്. രക്ഷിതാക്കൾ നോക്കണം അവർക്കുള്ള കഴിവുകൾ എന്താണ്. അത് അവരെ പരിശ്രമിച്ച് അവരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ജോലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, അൽ മുഅ്മിനുൽ ഖവി ഖൈറു മിനൽ മുഅ്മിനിൽ ദഈഫ്. ബലഹീനരായ മുഅ്മിനീങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ് ആ ശക്തരായ മുഅ്മിനീങ്ങളാണ്. എല്ലാത്തിനും നല്ല മുൻപിൽ നിൽക്കുന്ന, എല്ലാത്തിനും നല്ല ഉന്മേഷമുള്ള, ഉഷാറുള്ള, എന്തിനും തയ്യാറായി നിൽക്കുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹുവിൻ്റെ അടുക്കൽ ഖൈർ, ഉത്തമരാണ് സാധാരണ ദഈഫായ മുഅ്മിനീനേക്കാൾ. അതുകൊണ്ട് നമ്മൾ ആരായി തീരണം? ഖവിയായ, ശക്തരായ മുഅ്മിനീങ്ങളായി തീരണം. ഏത് പ്രതിസന്ധിയിലും ഏത് ഘട്ടത്തിലും പിടിച്ചു നിൽക്കാനുള്ള കഴിവ്, അതിനെ നേരിടാനുള്ള കഴിവ് ഓരോ വിദ്യാർത്ഥിയിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അമലുകൾ ചെയ്ത് മുന്നേറാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദുആഅനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.